ഇന്ന് രാവിലെ സിറാജ് ദ്വീപ് വിടേണ്ടിയിരിക്കുന്നു. സഹീദ് ദ്വീപിലേക്കുള്ള ടിക്കറ്റ് ഗ്രീൻ ഓഷ്യൻ ഫെറിയിൽ മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. ലഗേജുമായി ജെട്ടിയിലേക്ക് പുറപ്പെട്ടു. തൊട്ടടുത്തു തന്നെയായിരുന്നു ജെട്ടി. ധാരാളം പേർ എത്തിയിട്ടുണ്ട്. സിറാജ് ദ്വീപിൽ നിന്നും സഹീദിലേക്ക് 1500 രൂപയാണ് ഗ്രീൻ ഓഷ്യൻ ഈടാക്കുന്നത്. യാത്ര തുടങ്ങി അല്പസമയത്തിനു ശേഷം എല്ലാവരും മുകൾ തട്ടിലെത്തി. കനത്ത വോളിയത്തിൽ സംഗീതം തുടരുന്നു. പുരുഷന്മാരും സ്ത്രീകളും ഡാൻസിൻ്റെ മൂഡിലേക്കായി. കടലിൻ്റെ വൈവിധ്യമാർന്ന ഭാവങ്ങൾ അത് ലക്ഷദ്വീപിലേക്കുള്ള യാത്രയിൽ മാത്രമാണ് മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ യാത്രയിലും നാട്ടിക തുണയായി എത്തിയിട്ടുണ്ട്. വളരെ സ്പീഡിലാണെന്ന് മാത്രം. ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത് ബങ്കർ സീറ്റായിരുന്നു. താരതമ്യേന ചെലവ് കുറഞ്ഞത്. ഇക്കണോമി എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ചില്ലുജാലകങ്ങൾ മോണിറ്ററുകളായാണ് പ്രവർത്തിക്കുന്നത്. കടലിനടിയിലേക്കുള്ള നിലയായതിനാൽ ജാലകങ്ങൾ ഉണ്ടായിട്ട് പ്രയോജനമില്ല. ഇതാണ് സഹീദ് ദ്വീപിലെ ജെട്ടി. പുറത്തിറങ്ങി. വെയിലിനു നല്ല ചൂടാണ്. റോഡിലൂടെ നടന്നു പോകുന്ന വഴിക്ക് കണ്ട കൽപ്പന ടൂർ ആൻഡ് ട്രാവൽസിൻ്റെ ബോർഡിലെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരുന്നു. വിളിച്ചറിയിച്ചപ്പോൾ അവർ ബൈക്കുമായി എത്തുകയും ചെയ്തു. ഇവിടെയും 400 രൂപയാണ് വാടക, 1000 രൂപ ഡെപ്പോസിറ്റും. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ലിറ്ററിന് 82 രൂപ 46 പൈസയാണ് ഇവിടെ ചാർജ്. തുടക്കത്തിൽ തന്നെ വളരെ പേരുകേട്ട നാച്ചുറൽ ബ്രിഡ്ജ് കാണുന്നതിനായാണ് പുറപ്പെട്ടത്. പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി നിർത്തി പടവുകൾ മുകളിലോട്ട് കയറി. അപ്പുറത്തേക്ക് കുറേ കൂടി നടന്നു വേണം ബീച്ചിലേക്കുള്ള വഴി കണ്ടെത്താൻ. ബീച്ചിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതായിരുന്നു. കൽപ്പടവുകൾ ചവിട്ടിയിറങ്ങി താഴെ എത്തി. ബീച്ചിൽ നിറയെ പരന്നു കിടക്കുന്ന പാറകളാണ്. തനി പരുക്കനായ പാറകൾ. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ കാൽ തെറ്റി വീഴാനും സാധ്യതയുണ്ട്. കോറൽ വളർന്നുണ്ടായ പാറകളാണ് കൂടുതലും എന്നാണ് തോന്നുന്നത്. ധാരാളം പേർ ഇതിനകം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങാനോ കുളിക്കാനോ പറ്റിയ സാഹചര്യമല്ല ഈ ബീച്ചിലുള്ളത്. പ്രകൃതി സൃഷ്ടിച്ച പാറകളുടെ വിവിധ രൂപങ്ങൾ. ഒരു മായിക പ്രപഞ്ചത്തിലേതുപോലെയാണ് എല്ലാം കാണപ്പെട്ടത്. ഇതാണ് ആ നാച്ചുറൽ ബ്രിഡ്ജ്. പ്രകൃതിദത്തമായി ഉണ്ടായതാണ് എന്നാണ് ഇവർ പറയുന്നത്. നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയപ്പെടുന്ന കമാനത്തിനുള്ളിലൂടെ അപ്പുറത്തേക്ക് കടന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. 500 രൂപ കൊടുത്താൽ ഒരു ക്യാമറമാനെ സ്വന്തമായി കൂടെ കൊണ്ടു നടക്കാൻ കഴിയും. നമ്മുടെ ആവശ്യാനുസരണമോ അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ചെയ്യുന്നത് പോലെയോ വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് തരുന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ രണ്ടാമതൊരു നാച്ചുറൽ ബ്രിഡ്ജ് കൂടിയുണ്ട്. പക്ഷേ അവിടേക്ക് പ്രവേശനമില്ല. അങ്ങ് അകലെയായി കാണുന്ന മുനമ്പാണ് രണ്ടാമത്തെ നാച്ചുറൽ ബ്രിഡ്ജ്. 1/2 കിലോമീറ്ററോളം അകലെയാണ് രണ്ടാമത്തെ നാച്ചുറൽ ബ്രിഡ്ജ്. സാവധാനം തിരിച്ചു കയറി. ടൂറിസ്റ്റുകൾക്കായി കടകൾ ഒരുക്കി നിർത്തിയിരിക്കുന്നു. കൗതുക വസ്തുക്കളും
ഹാൻഡ് ബാഗുകളുമാണ് പ്രധാനമായും ഇവിടെ ഉള്ളത്. ലക്ഷ്മൺപൂർ ബീച്ചിലേക്കായിരുന്നു എൻ്റെ അടുത്ത യാത്ര. ബീച്ചിൽ 1-2 പേർ മാത്രം. ഭംഗിയുള്ള ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ. അവയ്ക്ക് ചുവട്ടിലായി 1-2 ഹട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നു. കുറച്ചു സമയം അവിടെ ചെലവിട്ട ശേഷം തിരിച്ച് യാത്രയായി. അടുത്തതായി പോയത് ഭരത്പൂർ ബീച്ചിലേക്കാണ്. താമസ സ്ഥലത്തിനും ജെട്ടിക്കും അധികം അകലെയല്ലാതെയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ലോക്കർ റൂം, ബാത്തിങ് റൂം മുതലായവയെല്ലാം തന്നെ സാമാന്യം നല്ലതാണ്. സഹീദ് ദ്വീപിലെ ഒരു പ്രധാന ബീച്ചാണ് ഇതെന്ന് മനസ്സിലായി. വിശാലമായ പാർക്ക് സ്ഥലം ഇവിടെയുണ്ട്. കൂടാതെ സഞ്ചാരികൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും. ബീച്ചിലേക്ക് ഇറങ്ങി ആരും കുളിക്കുന്നതായി കണ്ടില്ല. മറ്റ് പ്രവർത്തനങ്ങളാണ് ഇവിടെ കൂടുതലായി ഉള്ളത്. ബോർഡിൽ ലിസ്റ്റ് പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവയ്ക്ക് ആവശ്യമായ ടിക്കറ്റ് ചാർജും ആ ലിസ്റ്റിന് നേരെയുണ്ട്. പിങ്ക് നിറമുള്ള മണൽപ്പരപ്പിനെ തഴുകിക്കൊണ്ട് ശക്തി കുറഞ്ഞ തിരമാല അടിക്കുന്നുണ്ട്. സഹീദ് ദ്വീപിലെ ഒരറ്റത്തുള്ള ഏറ്റവും അകലെ എന്ന് വേണമെങ്കിൽ പറയാം ബീച്ചാണ് സീതാപൂർ ബീച്ച്. മഴ അല്പം ശമിച്ചപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങി മണൽപ്പരപ്പിലൂടെ കുറേ ദൂരം നടന്നു. മുമ്പിൽ ഇൻ്റർലോക്ക് ചെയ്ത ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് വന്നു നിർത്തിയിരിക്കുന്നു. ഒരു വശത്തായി ജവാന്മാർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട്. ചെറിയൊരു അങ്ങാടി മാത്രമാണ് ഈ ദ്വീപിലുള്ളത്. എന്നാൽ വളരെ വൃത്തിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റ് ഇവിടെയുണ്ട്. പഴങ്ങളും പച്ചക്കറികളുമാണ് പ്രധാനമായും അവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ബൈക്ക് സ്റ്റാൻഡിൽ തന്നെ നിർത്തിയിട്ട് റോഡിലൂടെ കുറേ ദൂരം നടന്നു. ക്ഷേത്രത്തിൽ നിന്ന് മൈക്കിലൂടെയുള്ള പാട്ട് കേൾക്കാം. ജെട്ടിക്കും ഭരത്പൂർ ബീച്ചിനും ഇടയിലുള്ള മറ്റൊരു ബീച്ചാണിത്. അവിടെ നിന്നും തിരിച്ച് റോഡിലൂടെ നടന്നെത്തിയത് തലേന്ന് വന്ന അതേ സ്ഥലത്ത് നാച്ചുറൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന ബീച്ചിലേക്ക് വീണ്ടും ഇറങ്ങി നടന്നു. 2-3 ടൂറിസ്റ്റുകളെ മാത്രമാണ് അവിടെ കണ്ടത്. അത് യുവാക്കൾ. ഒന്നാമത്തെ നാച്ചുറൽ ബ്രിഡ്ജിനകത്തുകൂടെ അപ്പുറം കടന്ന് രണ്ടാമത്തെ നാച്ചുറൽ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി കടൽ തീരത്തുകൂടെ നടന്നു. പോകുന്ന വഴിയിൽ തീരത്തിനോട് ചേർന്നുള്ള ചില ഗുഹകൾ ദൃഷ്ടിയിൽപ്പെട്ടു. നിരന്തരമായി അടിക്കുന്ന തിരമാലകളാണ് ഇവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്ത് ഈ ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. 1/2 കിലോമീറ്ററോളം അകലെയാണ് രണ്ടാമത്തെ നാച്ചുറൽ ബ്രിഡ്ജ്. കാലിൽ ചെരുപ്പായതുകൊണ്ട് ചിലയിടങ്ങളിൽ ചെരുപ്പ് അഴിച്ചു വെച്ചാണ് പാറക്കൂട്ടങ്ങളെ തരണം ചെയ്തത്. രണ്ടാമത്തെ നാച്ചുറൽ ബ്രിഡ്ജിലേക്ക് ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട്. പാറക്കൂട്ടങ്ങളുടെ കാഠിന്യം കുറച്ച് കുറഞ്ഞിരിക്കുന്നു. കണ്ണെത്തുന്ന ദൂരത്തൊന്നും ആരും തന്നെയില്ല. കടലിൽ ചെറിയ ഒരു കുന്നുപോലെയുള്ള ഭൂപ്രകൃതി. ഇതിൻ്റെ ഒരറ്റത്താണ് രണ്ടാമത്തെ നാച്ചുറൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. തീരത്തുകൂടെ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുകളിലേക്ക് കയറി. മുമ്പ് ആരെല്ലാമോ ഇവിടെ വന്നതായി ചില അടയാളങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ ചെറിയ കുന്നിൻ്റെ മുകളിലായി ഒരു വലിയ മരം നിൽക്കുന്നുണ്ട്. എത്ര കാലം ഈ മരം പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കുത്തനെ താഴെയാണ് കടൽ കാണപ്പെടുന്നത്. ഒന്നാമത്തെ നാച്ചുറൽ ബ്രിഡ്ജ് ഇവിടെ നിന്ന് നോക്കിയാൽ വ്യക്തമായി കാണാൻ കഴിയും. രണ്ടാമത്തെ കമാനത്തിന് മുകളിൽ നിന്ന് ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ പകർത്തുകയുണ്ടായി. താഴെ കടൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നു. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഏതാനും സമയം അവിടെ ചെലവിട്ടു. മുകളിൽ നിന്നുള്ള
രണ്ടാമത്തെ കമാനത്തിൻ്റെ കാഴ്ചയാണിത്. അങ്ങ് അകലെയായി ഒന്നാമത്തെ നാച്ചുറൽ ബ്രിഡ്ജ് കമാനം പോലെ കാണാൻ കഴിയും. കുന്നിൻ്റെ തലപ്പത്ത് അരികിലൂടെയുള്ള നടപ്പാതയിലൂടെ വളരെ സൂക്ഷിച്ചാണ് നടന്നത്. കുറ്റിക്കാടുകൾക്കിടയിലൂടെ താഴേക്കിറങ്ങി. വളരെ കാഠിന്യമേറിയ പാറകളാണ് താഴെയുള്ളത്. നടന്നു തന്നെ തിരികെ എത്തിയിട്ട് വേണം റൂം ചെക്കൗട്ട് ചെയ്ത് സ്കൂട്ടറും തിരിച്ചേൽപ്പിച്ച് ജെട്ടിയിലേക്ക് മടങ്ങാൻ. സർക്കാർ ബോട്ടിന് ടിക്കറ്റ് എടുക്കുന്ന ഒരു യാത്രികനാണിത്. 1500 രൂപയ്ക്ക് ഇക്കണോമി സീറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. സീറ്റുകൾ 90% ഇവിടെ ഒഴിഞ്ഞുകിടക്കുകയാണ്. അകലെ കാണുന്നതാണ് യാത്ര പുറപ്പെട്ട സഹീദ് ദ്വീപ്. ഒരറ്റത്ത് കാണുന്ന മുനമ്പാണ് നാച്ചുറൽ ബ്രിഡ്ജ് രണ്ടാമത്തേത്. സമയം 12:45. 1 മണിക്കൂറും 45 മിനിറ്റുമാണ് യാത്രയ്ക്കായി എടുത്തത്. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ചാത്തൻ ദ്വീപിലെത്തി. വളരെ പ്രസിദ്ധമായ പഴയകാലത്തെ ഒരു മരമില്ല് ഇവിടെ ഉണ്ടെന്ന് കേട്ടിരുന്നു. സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. സന്ദർശകർക്കുള്ള ചില നിർദ്ദേശങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. സന്ദർശകരെ തിരിച്ചറിയാനുള്ള ഒരു മേൽക്കുപ്പായവും ധരിച്ചായിരുന്നു പിന്നീട് അതിനകത്തെ യാത്ര. ഇതൊരു ചെറിയ ദ്വീപാണ്. ഈ ദ്വീപ് മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് ഈ മരമില്ല്. ഉള്ളിലൂടെയുള്ള റോഡിലൂടെ ചുറ്റി നടന്നു. തൊട്ട മുന്നിലായി ഒരു മ്യൂസിയം. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ കാഴ്ചവസ്തുക്കൾ. വളരെ ഭംഗിയായാണ് ഇവ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് മരമില്ലിനകത്തുകൂടെ കുറേ ചുറ്റി നടന്നു കണ്ടു. പഴയകാല യന്ത്രങ്ങൾ പുതിയ യന്ത്രങ്ങളിലേക്ക് എങ്ങനെ മാറ്റം വന്നു എന്നുള്ള കാര്യം പടിപടിയായി അവിടെ വിശദീകരിക്കുന്നുണ്ട്. ചാത്തൻ ദ്വീപ് കരയുമായി ബന്ധിക്കുന്നത് ചെറിയൊരു പാലം വഴിയാണ്. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീണ്ടും പോർട്ട് ബ്ലെയർ എയർപോർട്ടിന് സമീപമെത്തി. രാത്രി താമസത്തിനായി തൊട്ടടുത്തു തന്നെയുള്ള മറ്റൊരു ഹോം സ്റ്റേ ആണ് കണ്ടെത്തിയത്. നല്ല പുതിയ ഒരു ബിൽഡിംഗ്, എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ വിശാലമായ മുറി. ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 1200 രൂപയാണ് വാടക. സമയം ബാക്കിയുള്ളതുകൊണ്ട് കുറേ കൂടി സ്ഥലങ്ങൾ ചുറ്റി നടന്ന് കാണുകയുണ്ടായി. അടുത്ത ദിവസം രാവിലെ പറഞ്ഞ പ്രകാരം കൃത്യസമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിച്ചേർന്നു. അത് കഴിച്ച് റൂം ചെക്കൗട്ട് ചെയ്തു. ലഗേജും എടുത്ത് എയർപോർട്ടിൻ്റെ എക്സിറ്റ് ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. ചെന്നൈ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കടക്കുന്നിടത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. 40 രൂപ കൊടുത്ത് അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഈ മെട്രോ റെയിൽവേ സ്റ്റേഷന് സമീപം എത്തുന്നത്. 2 ടയർ AC ആയതുകൊണ്ട് യാത്ര വളരെ സുഖകരമായിരുന്നു.